ഭാര്യ ഭർത്താക്കന്മാർ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് കുടുംബ പ്രശ്നങ്ങളോ ഡിവോഴ്സ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടായിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്കെതിരെ ഇതേ സോഷ്യൽ മീഡിയയിൽ, അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെതിരെ അനാവശ്യ കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മിണ്ടാതെ ഇരിക്കരുത്. നിങ്ങൾ അങ്ങനെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സൈലൻസ് അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നത് പക്വതയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്, അല്ലെ? അല്ലെങ്കിൽ പക്വതയുടെ ഒരു പ്രതീകമാണ് ഈ മിണ്ടാതിരിക്കുക, സൈലന്റ് ആയിട്ടിരിക്കുക. മറ്റയാൾ എന്തൊക്കെ പറയുന്നു, പുള്ളിക്കാരത്തി മിണ്ടുന്നതേ ഇല്ല, എന്തൊരു പക്വതയാണല്ലേ? അല്ല, പക്വത എന്നുള്ളത് ഒരു ഘടകം തന്നെയാണ്. എതിർവശത്ത് നിങ്ങളെ അത് ഒരുപാട് രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടാവാം. ഒരു പക്ഷെ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ പോലും നിങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പോകുന്നു, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടാവും. ഇതുപോലെയുള്ള അനാവശ്യമായ സൈബർ ബുള്ളിങ്ങുകൾ, അതായത് എന്ത് ചെയ്താലും കള്ളി, ഇവൾ എന്ത് ചെയ്താലും ഇങ്ങനെയാ സംഭവിക്കുന്നത്, ഇവൾക്കെന്താ ഇങ്ങനെ, ഇവളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യശരങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഒരു പരിധിവരെ സൈലൻസ് എന്ന് പറയുന്നത് അപകടം തന്നെയാണ് കേട്ടോ. ചിലയിടങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെ പക്വതയായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. ഇപ്പോഴും മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വർഷങ്ങൾക്ക് ശേഷം കാലം തെളിയിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മളൊക്കെ കാണുന്നത് പോലെ അത്രയും വർഷം ഒരു വ്യക്തി എന്തൊക്കെ സഹിക്കുക, എന്തൊക്കെ അനുഭവിക്കുക, മിണ്ടാതെ ഇരുന്ന് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വീണ്ടും കുറ്റക്കാരി എന്നുള്ള ലേബലിലൂടെ സൊസൈറ്റിക്ക് മുന്നിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആക്ടർ ബാലയുടെയും അദ്ദേഹത്തിന്റെ എക്സ് വൈഫായിരിക്കുന്ന അമൃത സുരേഷിന്റെയും കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം, അല്ലെ? അപ്പൊ അവരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താവുമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരാൾ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മറ്റൊരാൾക്കെതിരെ വളരെ ഹീനമായിട്ടുള്ള കാര്യങ്ങൾ റിയലിസ്റ്റിക് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ പ്രതികരിക്കുക. നിങ്ങൾക്കും പറയാനുണ്ടാവുമല്ലോ, നിങ്ങളും അനുഭവിച്ച കാര്യങ്ങളാണല്ലോ. നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ വർഷങ്ങളോളം സൈബർ ബുള്ളിങ്ങിനും സൊസൈറ്റി ഒരു ചോദ്യചിഹ്നമായും നിങ്ങൾ എന്ത് ചെയ്താലും ഒരു രാശിയില്ലായ്മയും ചെയ്തിടം ഒട്ടുമില്ലായ്മയും നിങ്ങളെ കാണുന്നത് തന്നെ അറപ്പോടും കൂടി കാണുന്ന ഒരു ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയുക എന്നുള്ളത് നിങ്ങൾ ഒട്ടും നാണക്കേട് വിചാരിക്കരുത്. ആക്ടർ ബാലയുടെ എക്സ് വൈഫിന്റെ കാര്യം ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അവരുടെ തൊഴിലിടങ്ങളിൽ ഇത് എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നെയാണ് ഇവർ ഡിവോഴ്സ് ആയത്. 10-ൽ കൂടുതൽ വർഷങ്ങളായെന്ന് തോന്നുന്നു. അപ്പം അതിനു മുന്നേ ഇവർ സെപ്പറേറ്റ് ആയി ജീവിക്കുകയാണ്, അതായത് 10-ലധികം വർഷങ്ങളായി. ആ സമയങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ വലിയൊരു തെറ്റുകാരി എന്നോണമാണ് ഈ എക്സ് വൈഫിനെ കണ്ടുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഈ പെൺകുട്ടി വിവാഹമോചിതയായിട്ട് വർഷങ്ങൾക്ക് ശേഷം, അതായത് അത്രയും വർഷങ്ങൾ അവൾ സിംഗിൾ ആയിട്ട് തുടർന്നു. അതിനുശേഷം അവൾ ഒരു പാർട്ട്ണറിനെ അവൾക്ക് കിട്ടി. അത് ബ്രേക്കപ്പ് ആയി. അതിന് വരെ എന്തായിരുന്നു ആളുകൾ വിമർശിച്ചിരുന്നത്? സത്യം പറഞ്ഞാൽ അത്രയും വർഷം അവൾ സിംഗിൾ ആയിട്ട് ജീവിച്ചതിനൊരു വാല്യൂ ആരും കൊടുത്തിട്ടില്ല. പക്ഷേ അടുത്ത പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്ത ആളെ കുറിച്ചും ആ പാർട്ട്ണറിനെ ചൂസ് ചെയ്തത് കൊണ്ട് ഇവളും തെറ്റുകാരിയായി വിമർശിക്കപ്പെടുകയും ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അത് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. പിന്നെ പറയുകയും വേണ്ട. പിന്നെ എല്ലാവരും മറ്റൊരു കണ്ണോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ കണ്ടത്. സത്യം പറഞ്ഞാൽ ദീർഘമായ വർഷങ്ങൾ, അവളുടെ യൗവനപ്രായം എന്നൊക്കെ പറയാൻ പറ്റുമോ, ടീനേജ് എൻഡ് ചെയ്യുന്ന സമയത്താണ് അവളുടെ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞത്. 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡിവോഴ്സ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള ദീർഘമായ വർഷങ്ങൾ അവൾ സിംഗിൾ ആയിട്ട് നിന്നതും ഒന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതിനെ ആരും വാല്യൂ കൊടുക്കുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം അവളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്തപ്പോഴും അത് വീണ്ടും ബ്രേക്കപ്പ് ആയപ്പോഴും സമൂഹത്തിൽ തെറ്റുകാരിയായത് ഈ പെൺകുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ആദ്യമേ ഈ പെൺകുട്ടി വന്ന് സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഇവൾ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ ഇത്രയും നീണ്ട വർഷങ്ങൾ ഘോര സൈബർ ബുള്ളിങ്ങിന് ഇരയാവത്തില്ലായിരുന്നു. സൈബർ ബുള്ളിങ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇവൾക്ക് അർഹതപ്പെട്ട തൊഴിലിടങ്ങൾ നഷ്ടമായിട്ടുണ്ടാവും, അല്ലെ? തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ഒരു ആക്ടറാണ്. ഈ പെൺകുട്ടി അവളുടെ തൊഴിലിടം എന്ന് പറയുന്നത് ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ്, അല്ലെ? അവളെ ഒഴിവാക്കുന്നുണ്ടാവാം, അവളെ മാറ്റി നിർത്തുന്നുണ്ടാവാം, അല്ലെ? അപ്പൊ അതൊന്നും ഇത്രയും വർഷവും സഹിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങൾക്കെതിരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വളരെ സിംപത്തറ്റിക് ആയി വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതും പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ റിയാക്ട് ചെയ്യുക, നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ പറയുക. മിണ്ടാതെ ഇരിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല.
പ്രതികരിക്കുക തന്നെ വേണം കേട്ടോ. പ്രതികരിക്കണം, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട രീതി, അതാണ് ഏതൊരു പെൺകുട്ടിയും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സൊസൈറ്റി അവളെ ചേർത്ത് നിർത്തുന്നതും എല്ലാവരും കണ്ടു അല്ലേ. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു പാഠം കണ്ടു നിൽക്കുന്നവരാണെങ്കിലും പഠിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.